ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. മാഗി, യിപ്പി, ഇൻഡോമി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സിമ്പിളായിട്ട് നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഡോമി അല്ലെങ്കിൽ നമ്മളെ മാഗി. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും സൽക്കാരത്തിനൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ബട്ടർ എടുത്തത് കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടറാണ് 2 ടേബിൾ സ്പൂൺ. വലിയ സ്പൂണ് 2 സ്പൂണാണ് എടുത്തത്. അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി വരും. അപ്പോൾ അതാ ആ ഒരു ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെക്കണേ. വലിയ ഹൈ ഫ്ലെയിം ആക്കി വെക്കരുത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ ബട്ടർ എടുക്കുന്നത് അത്ര തന്നെയാണ് നമ്മൾ മൈദ എടുക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം തീയിലേ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിം ആക്കി വെക്കരുത്. കാരണം ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ ഈ പൊടിൻ്റെ ഒരു പച്ചച്ചയ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടി ഇങ്ങനെ പതഞ്ഞ് വരുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലാഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2.5 കപ്പാണ് അളവ് എന്ന് പറയുന്നത് കേട്ടോ. 2.5 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുക. ഈ പാലിങ്ങനെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അതുകൊണ്ട് തന്നെ ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ. കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒറിഗാനോ ആണ്. നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ. അതൊരു 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂണോളം മതി. ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടിയത് 1 ടീസ്പൂൺ നമ്മളെ ഉണക്കമുളക് ചതച്ചതാണത്, റെഡ് ചില്ലി ഫ്ലേക്സ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു സോസ് ആയതുകൊണ്ട് കുറഞ്ഞ ഉപ്പ് മതി ട്ടോ. പെട്ടെന്ന് ഇത് ഉപ്പ് അധികമായിട്ട് തോന്നും. അതുകൊണ്ട് കുറഞ്ഞ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കുക. അപ്പോൾ ഇത് ചൂടാവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കട്ടിയായിട്ട് വരും. ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കറക്റ്റാണ്. ഇനിയിപ്പോൾ അതൊന്ന് കണ്ടോ, നന്നായി ചൂടാവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കട്ടിയായി കട്ടിയായി വരും. നല്ലൊരു സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വല്ലാണ്ട് കട്ടിയാക്കാൻ പോകരുത്. അപ്പോൾ അത് നന്നായിട്ട് കുറുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു കട്ടിയായി കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം തിളക്കിന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇളക്കിയും കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇളക്കിയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാ സൈഡൊക്കെ ഉണ്ടാവും നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത് ഇത്രേ ആവാൻ പാടുള്ളൂ കേട്ടോ. ഇതിനെക്കാട്ടിലും കൂടുതൽ കട്ടിയാക്കി എടുക്കരുത്. കാരണം ഇതിലിനി കുറേ സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് നേരത്തോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു പച്ചച്ചോയൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. 2 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ റെഡി ആയിന് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ റെഡി ആയോ എന്നുള്ളത് നോക്കുകയെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു വര അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരായിട്ട് നിൽക്കണം. രണ്ടും കൂടെ കൂടി ചേരാൻ പാടില്ല. അതാണ് കറക്റ്റായി എന്നുള്ളത് മനസ്സിലാവുക. ഇതിപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 5 തരത്തിലുള്ള വെജീസ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, എല്ലാം അരക്കപ്പാണ്. ഇതിപ്പോൾ മഞ്ഞ കളറിലുള്ള ബെൽ പെപ്പറാണ് അരിഞ്ഞ് വെച്ചത്. പിന്നെ കുറച്ച് ക്യാരറ്റാണ്, പിന്നെ തക്കാളി, പിന്നെ സ്വീറ്റ് കോൺ ആണിത്, പിന്നെ നമ്മളെ ക്യാപ്സിക്കം. ഇതെല്ലാം അരക്കപ്പീച്ച് ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുരു കളഞ്ഞെടുക്കുന്നതായിരിക്കും നന്നാവുക. കാരണം വെള്ളം ഒലിക്കുന്ന തക്കാളി എടുക്കരുത് കേട്ടോ. ഇതിവിടെ വെള്ളം ഒലിക്കാത്ത തക്കാളിയാണ്. ഇത് നമ്മളെ നീണ്ടിട്ടുള്ളൊരു തക്കാളി ഇല്ല, അതാണ്. അതിൽ നിന്ന് അങ്ങനെ വെള്ളം വരില്ല. അതുകൊണ്ടാണ് ഞാനത് കുരു കളയാണ്ടുന്നത്. നിങ്ങൾ ഉരുണ്ടിട്ടുള്ള തക്കാളിയാണ് എടുക്കണമെങ്കിൽ അത് കുരു കളഞ്ഞിട്ട് അരിഞ്ഞ് വെക്കണേ. എന്നിട്ട് ഇത് മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം അരക്കപ്പീച്ച വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തത്, എല്ലാ വെജീസും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സോസിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് നേരം ഇതിൽ കിടന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചൊന്ന് വറ്റി വരണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്. എല്ലാതരം ക്യാപ്സിക്കം നമ്മൾ ചേർത്തതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിയും കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇളക്കിയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം അങ്ങ് വറ്റിക്കോളും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു സോസായിട്ട് വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ 2 മിനിറ്റോളം ഇതിപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഫ്ലേവറും അതേപോലെ തന്നെ ഉപ്പൊക്കെ റെഡിയാണോ എന്നുള്ളത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് കട്ടിയാക്കി എടുക്കരുത്. കാരണം ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിന്. ഇപ്പോൾ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഭയങ്കര കളർഫുള്ളായിട്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ തന്നെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സൂപ്പൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇത് വെറുതെ കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണിത്. സൂപ്പറാണ്. അപ്പോൾ അത് നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി ഇത് തണുക്കാനായിട്ട് അവിടെ മാറ്റി വെക്കണം. ഞാനിതൊന്ന് പാത്രം മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഇനി അടുത്ത സ്റ്റെപ്പും കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി തണുക്കട്ടെ. അപ്പോൾ ആ സെയിം പാൻ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. ഒരു 3 കപ്പ് തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. 3 പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ ഏത് പാക്കറ്റാണോ എടുക്കുന്നത് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെ ടൊമാറ്റോ കെച്ചപ്പാണ്. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ചൂടുവെള്ളത്തിലേക്ക് ആ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേൽ ഒറിഗാനോ ഇട്ടതുകൊണ്ട് ഇതിലും കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോണ നൂഡിൽസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻഡോമിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇൻഡോമി ഫ്രൈഡ് നൂഡിൽസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മാഗി എടുക്കാം, അതുപോലെ യിപ്പി എടുക്കാം, ഹോർലിക്സിൻ്റെ ബ്രാൻഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള നൂഡിൽസ് എടുക്കാം കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന നൂഡിൽസാണിത്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ പൊടിച്ചിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ 2ആയിട്ടേ ചേർക്കുന്നുള്ളൂ. അതുപോലത്തെ ഒരു 3 പാക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. 3 പാക്കറ്റ് ഉണ്ടാക്കാനുള്ള അളവാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് ലാസ്റ്റ് പാക്കറ്റാണിത്. 3ാമത്തെ പാക്കറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓണാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്നാവും, കാരണം തിളച്ച വെള്ളമാണല്ലോ നമ്മൾ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ തീ ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു പൊടികളാണ്. ഇത് നമ്മളെ പാപ്രിക്കയാണ്, അതുപോലെ തന്നെ അതിൻ്റെ മസാല പൗഡറുമാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഇത് നിങ്ങൾക്ക് ചേർക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതും വേണ്ടാന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഓയിലും വരുന്നുണ്ട്. ഒരു ഉള്ളി പൊരിച്ച ഓയിലാണിത്. അതും അതേപോലെ തന്നെ സ്വീറ്റ് സോയാ സോസും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനില്ല, നിങ്ങൾ വാങ്ങുന്ന ബ്രാൻഡിൽ ഈ ഓയിലും സോയാ സോസും ഒന്നും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അതന്നെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ പൗഡറും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടാവുമല്ലോ, അത് അജിനോമോട്ടോ ചേർന്നതാണ് അതുകൊണ്ട് വേണ്ടാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കട്ടോ. ഒരു പ്രശ്നമില്ല, അത് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നൂഡിൽസിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിലാണ് കേട്ടോ. അപ്പം ഈ നൂഡിൽസ് വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ കുക്കായി പോകാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വേറെ വേറെ കിട്ടണം. അങ്ങനെ കിട്ടണ്ടെങ്കിൽ കറക്റ്റ് വെള്ളമായിരിക്കണം ഒഴിക്കുന്നത്. വെള്ളം കുറച്ച് കൂടിപ്പോയാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് റെഡിയാണ്. ഞാൻ ഓരോ പാക്കറ്റിന് ഓരോ കപ്പ് വെള്ളം എന്നുള്ളതിലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ നൂഡിൽസ് ഇവിടെ റെഡിയായി. അതിന് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് അടിഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തത്. അപ്പോൾ വേറൊരു പാത്രത്തിലും കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും അടിയത്തെ ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സോസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസും സോസും എല്ലാം കൂടെ ഉള്ള അതാണ് വെച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയറായിട്ട്. അപ്പോൾ നന്നായിട്ട് ഒരു 3-4 സ്പൂണൊക്കെ വേണ്ടി വരും. ഒരു ഫസ്റ്റ് ലെയർ എന്നുള്ളതിൽ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഒരു ലെയർ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് തടിയിൽ തന്നെ ഈ ഒരു ലെയർ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. നൂഡിൽസും അതേപോലെ തന്നെ നന്നായിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടോടുകൂടി ചെയ്യൽ തന്നെയാണ് നല്ലത് കേട്ടോ. കാരണം ഈ നൂഡിൽസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട പിടിച്ചു പോകും. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അമർത്താൻ പോകരുത്, ഒന്ന് ലെവൽ ചെയ്താൽ മതി, അമർത്തണ്ട. അപ്പോൾ അതാ ഒന്ന് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മേലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അതന്നെ പിന്നെ ഒഴിച്ച് കൊടുക്കുക. 3ാമത്തെ ലെയറായിട്ട് നടുവിൽ ഈ ഒരു ഇൻഡോമി വരുന്ന രീതിയിൽ, നൂഡിൽസ് വരുന്ന രീതിയിൽ. അപ്പോൾ ഏറ്റവും മേലെ ഞാൻ ഒന്നും കൂടെ ഈ ഒരു സോസ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ ഓവൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അടുപ്പിലും ഇത് ബേക്ക് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാ ലാസ്റ്റ് ലെയർ ഞാനിങ്ങനെ ഈ ഒരു സോസ് കൊണ്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കാണാൻ തന്നെ എന്താ ഭംഗിയില്ല, എല്ലാ കളറും ഉള്ളതുകൊണ്ട് ഭയങ്കര കളർഫുള്ളാണ്. ഇനിയിപ്പോൾ ഏറ്റവും മേലെ ഞാൻ കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണേൽ ചേർത്താൽ മതി. ഇതും കൂടെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ചീസ് ഞാനിവിടെ എടുത്ത ചീസ് എന്ന് പറയുന്നത് മൊസറോള ചീസാണ്. അതിന് പകരം നിങ്ങൾക്ക് ചെഡാറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. മെൽറ്റ് ആവണ ചീസ് ഇട്ടാൽ മതി. ഏത് ചീസാണെങ്കിലും പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, നല്ലോണം ചീസും വെച്ച്. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലും കുറച്ചും കൂടെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ വീഡിയോ ആയതുകൊണ്ട് ഒരു ഭംഗിയിൽ വരണമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 സൈഡും ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നല്ല വെള്ള കളറിൽ ചീസായിട്ടും കാണും, അപ്പുറം ഇപ്പുറമൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഒരു ലൈന് വരച്ച പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 സൈഡിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ, അടിപൊളിയാണ്. ഇതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ നമുക്ക് അടിയിൽ ഇങ്ങനെ കാണാനും വേണ്ടി പറ്റും കേട്ടോ, സൂപ്പറാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. ഇതിപ്പോൾ കേട്ടോ 3 ലെയറായിട്ട് ഇങ്ങനെ കാണുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. കാരണം എന്താ വെച്ചാൽ ബാക്കിയെല്ലാം വെന്തതാണ്, ഓൾറെഡി വേവിച്ച സാധനങ്ങളാണ്. അപ്പോൾ അത് ഒന്നുകിൽ ഓവനിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെമ്പിൽ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ചീസ് അങ്ങ് മെൽറ്റായി വന്നോളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ ഈസിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ അതാ നമ്മളെ സാധനം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്ക്, മെൽറ്റായപ്പോൾ അല്ലേ, അടിപൊളിയാണ് കേട്ടോ, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം വേറൊരു പാത്രത്തിലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള. അതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പരന്ന പാത്രത്തിൽ, കേക്കിൻ്റെ പാത്രത്തിലാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇത് ഞാൻ ഇപ്പുറത്തുള്ളത് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലെയറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ ചെയ്തെടുത്തത്. അപ്പോൾ കണ്ടല്ലോ, അത് ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ്. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അധികം സമയമൊന്നും വേണ്ട. ഒരു മാക്സിമം ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റ് നൂഡിൽസ് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ എപ്പോഴും നമ്മൾ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അത് അസ്ലങ്ക ഒന്ന് വിളമ്പടം കൂടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭംഗി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പത്തിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.